വെൽക്കം ടു ക്രേസി വെജ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിലുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം മെഷറിംഗ് കപ്പിൽ ഒരു 1/4 കപ്പ് കടല എടുത്തിട്ട് നമ്മളൊരു 6 മണിക്കൂർ കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 1/4 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. അത് 3 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂറോളം കുതിർത്തെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് കുതിർക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം കുതിർത്ത അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഒരു വലിയ സവാള എടുത്തിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായതുകൊണ്ടാണ് 7 അല്ലി എടുത്തിരിക്കുന്നത്. വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളിക്ക് തുല്യമായിട്ടുള്ള അളവിൽ ഇഞ്ചി എടുക്കുക. അതും ഇതേ രീതിയിൽ, ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കണമെന്നില്ല, ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പകുതി മുളക് പൊടി. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണെങ്കിൽ പകുതി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുക. പിന്നെ ഗരം മസാല വേണം. ഗരം മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ താളിക്കാനായിട്ട് ഒരു 3 പച്ചമുളകും കറിവേപ്പിലയും. പച്ചമുളക് ഈ രീതിയിലൊന്ന് നടുക്കെ മുറിച്ച് വെക്കുക. അപ്പോൾ ഇത് അവസാനം മതി, ഇപ്പോൾ വേണ്ട. പിന്നെ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതുകൊണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ കടലക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാകുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് സവാള, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത് മൂന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റി എടുത്ത് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പം അതിലേക്ക് എന്ന് പറയുമ്പോൾ അതൊരു പിങ്ക് കളറൊക്കെ ആയി വരണം. അതിലെ വെള്ളം ഏകദേശം വറ്റി വരണം. അപ്പോഴാണ് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം തക്കാളി നന്നായിട്ട് വഴറ്റി അതൊന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ പെട്ടെന്ന് അത് ഉടഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക. നന്നായിട്ട് തക്കാളി ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിൽ എല്ലാ പൊടികളും നമ്മൾ ഒരുമിച്ചല്ല ചേർക്കുന്നത്. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് അത് നന്നായിട്ട്, ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത സ്മെല്ല് വരുമ്പോൾ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവോ, അല്ലെങ്കിൽ ശരിക്കും അങ്ങോട്ട് മൂത്തിട്ടില്ലെങ്കിൽ ആ ഒരു കറി കഴിക്കുമ്പോൾ അത്രയും സ്വാദ് വരില്ല. അപ്പം നല്ല ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ആ പൊടികൾ കറക്റ്റായിട്ട് മൂത്ത് വരണം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് മല്ലിപ്പൊടി കുറച്ച് മൂത്ത് കഴിഞ്ഞിട്ട് ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നത്. ഗരം മസാല വലിയൊരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിന് വലിയൊരു സ്പൂൺ ഗരം മസാല ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അത് തണുത്ത് കഴിയുമ്പം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ വഴറ്റിയ ശേഷം ഇത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് പിറ്റേ ദിവസം രാത്രിയിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് കടലക്കറി തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് കടല ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുതിർത്ത അതേ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കടല ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിക്കാൻ എടുക്കുന്ന കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക. ഈ ചൂടായിട്ട് അതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. അപ്പോൾ കടല ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ മസാല കടലയിലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല കുതിർത്തെടുത്ത അതേ വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് കടല നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർക്കാനായിട്ട് വെക്കാൻ. അപ്പോൾ ഇത് എടുത്തപ്പോൾ ഒരു 2.25 കപ്പ് വെള്ളമുണ്ട്. 2.25 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇനി ആ മിക്സിയിൽ ജാറ് കഴുകിയിട്ട് ആ വെള്ളവും കൂടെ, അതൊരു 1/4 കപ്പ് വെള്ളം ഉണ്ടാവും, അതും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി അത് ഇളക്കി ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
ഒരു അര ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഉപ്പ്. പിന്നെ പകുതി കറിവേപ്പിലയും, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിന് പകുതി കറിവേപ്പിലയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത്. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 8 വിസിൽ കേൾക്കണം. 8 വിസിൽ കേട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി കടല നന്നായിട്ട് വെന്തിരിക്കും. അപ്പം ഇവിടെ ആവി പോയി കഴിഞ്ഞിട്ട് ഞാനത് തുറന്നെടുത്തിട്ടുണ്ട്. ഇപ്പം കടലയൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ നന്നായിട്ട് കടലയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കൂടുതൽ കുറുകി വരും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുകിടാം. ഞാനിവിടെ കടുകിടുന്നില്ല. പച്ചമുളക് ഒന്ന് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അത് തിരി കുറച്ച് വെച്ചിട്ട് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം അവസാനം ഇങ്ങനെ താളിച്ചിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഗരം മസാല ചേർക്കുന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതങ്ങോട്ട് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കടലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.